ഹായ്, വെൽക്കം ടു കൂൾ ഫാക്ട്സ് ആൻഡ് ഫൺ. എൻ്റെ പേര് മഞ്ജു. നമുക്കിന്ന് ഒരു ക്രൂസിന് പോയാലോ? അതായത് നിങ്ങൾ ക്രൂസിന് പോകുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് പലർക്കും അറിയാതെ ബുക്ക് ചെയ്യുമ്പോൾ അതിനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇനി നിങ്ങൾ അഥവാ ക്രൂസിന് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ക്രൂസിന് പോയ ഒരു എഫക്റ്റ് കിട്ടും. അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമ്മൾ ക്രൂസിന് പോകുമ്പോൾ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്നാന്നുള്ളത് പറയാം. ഇപ്പം നമ്മൾ ക്രൂസിന് പോയത് നമ്മൾ ഫ്ലോറിഡ ടാംപയിൽ നിന്നാണ് പോയത്. ടാംപയിൽ നിന്ന് മെക്സിക്കോ കൊസുമെല്ലാണ് പോർട്ട്. അവിടെ ആയിരുന്നു ഒരു ദിവസത്തെ ഇതിന് ഞങ്ങൾ ഡേ ഔട്ട് ഉണ്ടായത്. ഞങ്ങൾ ഒരു സൺഡേ 4 PM നമ്മൾ ബോർഡ് ചെയ്തത് ഷിപ്പിൽ. എന്നിട്ട് നമുക്ക് മൺഡേ ഫുള്ള് ഷിപ്പിൽ ക്രൂസിൽ തന്നെയായിരുന്നു. ഫൺ ഡേ അറ്റ് സീ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫുൾ ഡേ സീൽ തന്നെയായിരുന്നു. അപ്പം നമ്മൾ ട്യൂസ്ഡേ 8 AM മുതൽ 4 PM വരെയായിരുന്നു നമ്മൾ കൊസുമലിൽ. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വേറെ പറയാം കേട്ടോ. നമ്മൾ അവിടെയുള്ള കാഴ്ചകളെല്ലാം നമ്മൾ വേറെ വീഡിയോയിൽ പറയുന്നതാണ്. അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ 4 PM ആകുമ്പോൾ നമ്മൾ തിരിച്ച് ഷിപ്പിലേക്ക് വരും. ഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വെനസ്ഡേ ഫുൾ ഡേ നമ്മൾ ഷിപ്പിൽ തന്നെയായിരുന്നു. പിന്നെ തേഴ്സ്ഡേ 8 AM ആയപ്പം നമ്മൾ തിരിച്ച് ടാംപയിലെത്തി. അതായിരുന്നു നമ്മുടെ ട്രാവൽ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇത് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇവിടെ ഇപ്പോൾ ഫ്ലോറിഡയിലെ കാര്യം പറയുകയാണെങ്കിൽ, ഇവിടെ ഹരിക്കെയിൻ സീസൺ എന്ന് പറയുന്നുണ്ടെങ്കിൽ യൂഷ്വലി ജൂൺ ടു നവംബർ ആണ് പറയുക. പക്ഷേ ഏറ്റവും വേഴ്സായിട്ട് പറയുക സെപ്റ്റംബർ മുതലാണ്. അപ്പോൾ നിങ്ങൾ ആ സമയത്തൊക്കെയാണ് നിങ്ങൾ ഇത് ക്രൂസിന് ബുക്ക് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കിട്ടും. പക്ഷേ അതുപോലെ തന്നെ റിസ്ക് ഉണ്ട്. അപ്പം അതുകൊണ്ട് അതൊക്കെ നോക്കി ബുക്ക് ചെയ്യുക. നമുക്കെപ്പോഴും സ്കൂൾ ഹോളിഡേയ്സ്, പിള്ളേരുടെ സ്കൂൾ ഹോളിഡേയ്സ് നോക്കിയിട്ട് ആ സമയത്തേ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾ ഒരു ജൂലൈയിലാണ് പോയത് കേട്ടോ. പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ എങ്ങനെയാണ് പോകുന്നതെന്ന് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഷിപ്പ് തന്നെ ചൂസ് ചെയ്യുന്ന. ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴുണ്ടല്ലോ, ഇപ്പം നമ്മൾ ഒരു വലിയ ഫാമിലി ഗെറ്റ് ടുഗദറിനാണ് നിങ്ങൾ ക്രൂസിന് പോകണമെങ്കിൽ, അപ്പം നിങ്ങൾക്ക് ഒത്തിരി പേര് ഉണ്ട് എങ്കിൽ നിങ്ങൾ ആ ട്രിപ്പ് ഒരു ഷിപ്പിൻ്റെ സൈസൊക്കെ നോക്കണം. അപ്പോൾ ട്രിപ്പിന് പോകുന്നതിന് മുന്നേ തന്നെ, നിങ്ങൾ ബുക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചിലപ്പം ഷിപ്പ് കുറച്ച് ചെറുതാണെങ്കിൽ അതിൻ്റെ ഹോളും ഇതെല്ലാം ചെറുതായിരിക്കും. അപ്പം നിങ്ങൾ വലിയൊരു ഫാമിലി ഗെറ്റ് ടുഗദറിനൊക്കെ പോകണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് ആ ഹോളിൻ്റെ സൈസൊക്കെ നിങ്ങൾക്ക് അത്രയങ്ങ് തികയാതെ വരും. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ കിഡ്സിൻ്റെ, നിങ്ങളുടെ പിള്ളേരുടെ തന്നെ സെയിം പ്രായത്തിലുള്ള വേറെ ഫാമിലിയുടെ കൂടെ പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഷിപ്പിലെ പല ആക്ടിവിറ്റീസും ഇങ്ങനെ ഏജ് വെച്ചിട്ടായിരിക്കും. ഇപ്പം ലൈക്ക് 8 to 10 years അല്ലെങ്കിൽ 10 to 12 years അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ പല ഏജ് ഗ്രൂപ്പിലും പല ആക്ടിവിറ്റീസ് ടൈംഡ് ആയിട്ട് ഓരോ ദിവസത്തേക്കും ഉണ്ടാവും. അപ്പം നമുക്ക് ഈ പിള്ളേർ അറിയുന്ന പിള്ളേരാണ് അങ്ങോട്ടും ഇങ്ങോട്ടെങ്കിലും നമുക്ക് അവർക്ക് ഒരുമിച്ച് പോകാനൊക്കെ ആയിട്ട് അവർ കൂടുതൽ എൻജോയ് ചെയ്യും. ഇനി അഥവാ നിങ്ങൾക്ക് കുറേ എന്താ പറയുക, അധികം ഇങ്ങനെ കൂടുതൽ സീയൊക്കെ കാണാനാണ് ഇഷ്ടം, അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ഇതുണ്ടല്ലോ, അവിടുത്തെ സൺറൈസും അങ്ങനെയൊക്കെ കുറച്ച് ഒറ്റയ്ക്ക് ഇരിക്കാനും അങ്ങനെയൊക്കെ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഫാമിലിയിൽ പോകുന്നതായിരിക്കും, നിങ്ങൾ ഫാമിലി ഒറ്റയ്ക്ക് പോകുന്നതായിരിക്കും നല്ലത്. അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് വേണം നിങ്ങളത് ബുക്ക് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താണെങ്കിലും അത് ഓരോന്നും ഓരോ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പം അത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇനി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ഒരു കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ നമ്മൾ ഇപ്പം നമുക്കറിയായിരിക്കും, ഇപ്പം നമ്മൾ പോയത് കൊസുമലായിരുന്നു നമ്മുടെ പോർട്ട്. അപ്പം നമ്മൾ അവിടെ പോകുമ്പോഴത്തേക്ക് അവിടെ ഡിഫറെൻറ്റ് പാക്കേജ് ഉണ്ട്. അപ്പം നമ്മൾ
ട്രിപ്പ് ഇത് ഈ ക്രൂസ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ പാക്കേജ്, ഈ പോർട്ടിലേക്കുള്ള പാക്കേജ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലത് നോക്കിയിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് നോക്കിയിട്ട് ചൂസ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ ചിലപ്പം ഇപ്പം ഞങ്ങൾ പോയപ്പം ഞങ്ങൾ അവിടെ ഒരു പാക്കേജാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് സ്നോർക്കലിംഗ് ഉണ്ടായിരുന്നു, അങ്ങനെ പല ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ബീച്ച് ഉണ്ടായിരുന്നു, സ്നോക്കലിംഗ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്ത് ആക്ടിവിറ്റീസാണ് നമ്മൾ പോകുന്നതിനനുസരിച്ചിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഡ്രസ്സിങ് ഒക്കെ അവർ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്ത് സാധനം കൊണ്ടുവരണ്ടേ. പിന്നെ അതിനകത്ത് ഫുഡ്, നമ്മുടെ ഇതിനകത്ത് ഫുഡ് ഇൻക്ലൂഡഡ് ആയിരുന്നു, ടാക്സി സർവീസ് ഇൻക്ലൂഡഡ് ആയിരുന്നു. ഈ ആക്ടിവിറ്റീസ് എല്ലാം കൂടി ആയിട്ട് ഒരു പാക്കേജ് ആയിട്ട് സെപ്പറേറ്റ് ആണ് നമ്മൾ പോർട്ടിന്റെ സെപ്പറേറ്റ് ആയിട്ടോ എടുക്കുന്നത്. ക്രൂസിന്റെ എടുത്തതിന് ശേഷം നമ്മൾ പോർട്ടിലെ ആക്ടിവിറ്റീസ് സെപ്പറേറ്റ് എടുക്കണം. അത് എടുക്കാൻ മറക്കല്ല്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് അവിടെ ചെന്നിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സാഹചര്യം കിട്ടും എടുക്കണമെങ്കിൽ അന്നും അവർ ഓഫർ പറയും. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് ടാക്സിയൊക്കെ അപ്പോൾ ആ സമയത്ത് വരുന്ന ടാക്സിയൊക്കെ നിങ്ങൾക്ക് ഒത്തിരി പൈസയൊക്കെ നിങ്ങളുടെ അടുത്തുനിന്ന് മേടിക്കും. കാരണം ഞങ്ങൾ പോയപ്പം അങ്ങനെ ഒരു ഫാമിലി ഞങ്ങളോട് പറഞ്ഞു, അങ്ങനെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർ പോയ സ്ഥലവും അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു. കാരണം അവർ പ്ലാൻ ചെയ്യാതെ വന്നതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് അവരെടുത്ത് ഏതോ ഒരു സ്ഥലത്തേക്ക് പോയി. അപ്പൊ ടാക്സിക്കാരനൊക്കെ നല്ല പൈസ മേടിച്ചെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പോകുന്നതിനൊരു ആ ഒരു വേർത്ത് ഉണ്ടാകത്തില്ല. നമ്മൾക്ക് ആ പൈസ മുടക്കിയതിനുള്ള നമുക്ക് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒന്നും അവിടെ ഉണ്ടായില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ പോയെടുത്ത് നമുക്ക് സ്നോർക്കലിംഗ്, വോഡ്ക ടേസ്റ്റിംഗ്, പിന്നെ സീ ലയൺ ഷോ, പിന്നെ ബീച്ച്, അവിടെ സ്വിമ്മിംഗ് പൂള്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അതൊരു നല്ല ഒരു പാക്കേജും ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കി ചെയ്തോണം. പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ക്രൂസിനും അതിൻ്റെതായ കുറേ ഇൻസ്ട്രക്ഷൻസ് കാണും. കാരണം ഡ്രസ്സിങ് റിക്വയർമെൻറ്റ്സ് ലൈക്ക് ഇപ്പം നിങ്ങൾ ഡിന്നറിന് ഒക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡ്രസ്സിങ് ഇത് ചിലയിടത്ത് നമ്മളുടെ ട്രഡീഷണൽ ഡ്രസ്സ് ഇടാനായിരിക്കും, അല്ലെങ്കിൽ ചിലയിടത്ത് കാഷ്വൽ ഫോമൽ ഡ്രസ്സ് ഇടാനായിരിക്കും. അപ്പോൾ അതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ അതെല്ലാം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ എപ്പോഴും പാക്ക് ചെയ്യുമ്പോൾ എടുക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളിപ്പം എന്ത് ആക്ടിവിറ്റീസിനാണ് പോകുന്നത് ആ ആക്ടിവിറ്റീസിന് അവർ പറഞ്ഞേക്കുന്ന സ്പെസിഫിക്കേഷൻ നോക്കുക, ആ സാധനങ്ങളെല്ലാം എടുക്കുക. പിന്നെ നിങ്ങൾ മെഡിക്കേഷൻസ് എടുക്കാൻ മറക്കല്ല്. കാരണം എന്തെങ്കിലും ഒരു എമർജൻസി, ഒരു പനിയോ അവിടെ ഉണ്ട്, ഷിപ്പിൽ ആക്ച്വലി മെഡിക്കൽ സർവീസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ. പക്ഷേ അതിനൊക്കെ നമ്മൾ എക്സ്ട്രാ ചാർജാണ് അതിനൊക്കെ. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഇപ്പോൾ ഫീവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡയറിയ, വോമിറ്റിങ്, അതിൻ്റെയൊക്കെ മെഡിക്കേഷൻസ് ഒക്കെ കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. അതുപോലൊരു കാര്യം നിങ്ങൾ മറക്കാതെ എടുക്കേണ്ടത്, പ്രത്യേകിച്ചും കൊച്ചു പിള്ളേരുള്ളവരൊക്കെ ആണെങ്കിൽ എടുക്കേണ്ട ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഇലക്ട്രോലൈറ്റ്സ് എടുക്കുക. കാരണം പിള്ളേരൊക്കെ പെട്ടെന്ന് ഡീഹൈഡ്രേറ്റഡ് ആവും. നല്ല ചൂട്, നിങ്ങൾ പോകുന്ന സ്ഥലം അനുസരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ മെക്സിക്കോ എന്നൊക്കെ പറയുമ്പോൾ നല്ല ചൂടുള്ള സ്ഥലമാണ്. പിന്നെ നമ്മൾ ഷിപ്പിൻ്റെ ഒക്കെ നമ്മൾ മുകളിലൊക്കെ ഇവരുടെ ഈ പ്ലേ ഏരിയ ഒക്കെ വരുമ്പോൾ പിള്ളേർ പെട്ടെന്ന് ഡീഹൈഡ്രേറ്റഡ് ആവും. അപ്പോൾ അതൊക്കെ എടുക്കാനായിട്ട് ഓർക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസെക്ട് ബൈറ്റ് വരുമ്പോൾ റിയാക്ഷൻ വന്ന കിഡ്സ് ഒക്കെ ആണെങ്കിൽ അതുപോലത്തെ, അല്ലെങ്കിൽ എന്തെങ്കിലും ആൻറ്റി അലർജിക് മെഡിക്കേഷൻസ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോണ്ടല്ലോ റൂംസ്, നിങ്ങൾക്ക് പലതരത്തിലുള്ള റൂംസ് അവൈലബിൾ ആയിരിക്കും. ഓഷ്യൻ വ്യൂ ഉള്ളതുണ്ടാവും, അല്ലെങ്കിൽ ബാൽക്കണി കാണും, അല്ലാത്ത നോർമൽ റൂംസ് കാണും. അപ്പോൾ അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് എടുക്കുക. കാരണം ഇപ്പം നിങ്ങൾ അധികം പുറത്തിറങ്ങാത്ത ആളാണ്, റൂമിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഓഷ്യൻ വ്യൂ നല്ലതായിരിക്കും. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഓഷ്യൻ കാണാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ നമ്മൾ റൂം ഓഷ്യൻ വ്യൂ എടുത്തതുകൊണ്ട് വലിയ ഉപകാരം ഒന്നും, കാരണം നമ്മൾ ഞങ്ങൾ പകൽ മുഴുവൻ പുറത്തായിരുന്നു. പിള്ളേരുള്ളപ്പം അവർക്ക് എപ്പോഴും കളിക്കണം. അപ്പം നമ്മൾ എപ്പോഴും പുറത്തായിരിക്കും അവരുടെ കൂടെ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ രാത്രി വരുമ്പോഴത്തേക്കും നിങ്ങൾ പുറത്തേക്ക് നോക്കി ഒരു സാധനവും കാണാൻ പറ്റത്തില്ല. അപ്പം അതനുസരിച്ചിട്ട് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ബേസിക് ആയിട്ടുള്ള റൂമാണ് എടുത്തത്.
കാരണം പകലെല്ലാം നമ്മൾ പുറത്ത് തന്നെയായിരുന്നു. ഓഷ്യൻ നമുക്കല്ലാതെ തന്നെ കാണാം. അപ്പം അത് കാരണം കൊണ്ട് അങ്ങനെ നമ്മൾ ഓഷ്യൻ വ്യൂ എടുത്തില്ല. ഓഷ്യൻ വ്യൂവിന് സെപ്പറേറ്റ് ഫീ ഉണ്ട്. നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ റൂമിലൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഓഷ്യൻ വ്യൂ എടുക്കാം കേട്ടോ. അപ്പം അത് ചെയ്യുക. പിന്നെ അതുപോലെ ഇൻ്റർനെറ്റ് നിങ്ങൾക്ക് ക്രൂസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ചാർജ് വേണം. അപ്പോൾ ഓരോ ലൈനിനും സെപ്പറേറ്റ് ചാർജസ് ആണ്. അത് എനിക്ക് തോന്നുന്നു എത്രയാണെന്ന് എക്സ്ട്രാ ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ അത് ഓരോരുത്തരും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കുക. ഞങ്ങൾ ആക്ച്വലി ഒരാൾക്ക് മാത്രമേ എടുത്തുള്ളൂ, ഒരു ലൈൻ മാത്രമേ എടുത്തുള്ളൂ. ഞങ്ങൾ വേറെ ആർക്കും ഞങ്ങൾ എടുത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയി കഴിഞ്ഞപ്പം ഒരു കാര്യം അവർ പറഞ്ഞിരുന്നു. കാരണം നമ്മൾ ഈ ക്രൂസിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ എല്ലാ സ്ഥലവും ഒരുപോലെ ആയതുകൊണ്ട് പിള്ളേർക്കൊക്കെ ചിലപ്പം അവരൊക്കെ ലോസ്റ്റ് ആയി പോകും. എല്ലായിടത്തും ഇതെല്ലാം ഒരുപോലെ തന്നെ ഇരിക്കണേ. അപ്പം അതുകൊണ്ട് ചിലരൊക്കെ വാക്കി ടോക്കീസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് നിങ്ങളുടെ ചോയ്സ്. നമ്മൾ അങ്ങനെയൊന്നും എടുത്തില്ലായിരുന്നു. പിന്നെ ചിലർ ക്യാഷ് എടുക്കാറുണ്ട്. കാരണം നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ ആണെങ്കിലും ടിപ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ കാർഡ് വഴിയാണ് ഞങ്ങൾ കൊടുത്തതെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ചിലർ ടിപ്സ് ക്യാഷായിട്ടാണ് കൊടുക്കാറ്. അല്ലെങ്കിൽ നമ്മൾ പോർട്ടിലൊക്കെ ഇറങ്ങൂലേ, അപ്പോൾ അവർക്കും അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സന്തോഷമാവും ടിപ്പൊക്കെ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്വിമ്മിംഗ് പൂൾ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പിള്ളേരൊക്കെ ആർക്കൊക്കെയാണ് സ്വിമ്മിംഗ് പൂളിൽ പോകേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്വിമ്മിംഗ് കോസ്റ്റ്യൂംസ് ഒക്കെ എടുക്കാൻ മറക്കില്ല. നിങ്ങൾക്ക് ടവൽസ്, ബെഡ്ഷീറ്റ്സ് ഇതെല്ലാം ക്രൂസിൽ കിട്ടും. പക്ഷേ നമ്മൾ ഈ പോർട്ടിൽ പോകുന്ന ദിവസം നമ്മൾ നമ്മുടെ ഓൺ ടവൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഷിപ്പിലുള്ളപ്പോഴെല്ലാം ക്രൂസിൽ ടവൽ യൂസ് ചെയ്തു. പക്ഷെ നമ്മൾ പോർട്ടിൽ പോയപ്പോൾ നമ്മുടെ ഓൺ ടവൽ കാര്യങ്ങളൊക്കെയാണ് എടുത്തത്. നിങ്ങൾ സൺസ്ക്രീൻ ലോഷനും ഈ പറഞ്ഞ പോലെ സൺസ്ക്രീൻ ലോഷനും ഒരു ഹാറ്റും സൺഗ്ലാസ് ഈ കാര്യങ്ങളൊന്നും എടുക്കാൻ മറക്കില്ല. കാരണം നിങ്ങൾ പോകുന്ന ഏരിയ അനുസരിച്ചിട്ടാണ്. വീണ്ടും തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ ഇതൊന്നും ആവശ്യം വരത്തില്ല. ഞാൻ ഇപ്പം ഇങ്ങനെ മെക്സിക്കോ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ക്രൂസിൽ കയറുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഞാൻ പറയാം. ഓക്കെ, നമ്മൾ ക്രൂസിൽ കയറുമ്പോൾ നമുക്ക് നമ്മൾ എയർപോർട്ടിൽ നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ചെക്ക് ഇൻ ചെയ്യത്തില്ലേ, അതുപോലെ തന്നെയാണ് ക്രൂസിൽ നമ്മൾ ഇങ്ങനെ നമ്മളുടെ ID കാർഡ് കാണിക്കും. നമ്മൾ ഇത് പാസ്പോർട്ടോ ഗ്രീൻ കാർഡോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണിക്കും. പിന്നെ നമ്മളെ സ്കാൻ ചെയ്യും. നമ്മുടെ ബാഗും നമ്മുടെ ഐറ്റംസ് എല്ലാം സ്കാൻ ചെയ്യും. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ ലഗേജ് റിക്വയർമെൻറ്റ്സ് എല്ലാം നിങ്ങളുടെ ക്രൂസിൻ്റെ ഇതനുസരിച്ചിട്ടേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഓരോ ക്രൂസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതായിരിക്കും കേട്ടോ. കാരണം ഇപ്പം ഞങ്ങൾ പോയ ക്രൂസിനാണെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽസിൽ ഇപ്പോൾ വാട്ടറൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പൊട്ടിക്കാത്ത ബോട്ടിലാണെങ്കിൽ പോലും അതങ്ങ് ബിന്നിലേക്ക് എടുത്ത് കളയും, എയർപോർട്ടിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ. പക്ഷേ നിങ്ങൾക്ക് കാർട്ടൺസിലോ അല്ലെങ്കിൽ ക്യാൻസ്, ഓപ്പൺ ചെയ്യാത്ത ക്യാൻസ്, ഇപ്പോൾ കോളയുടെയൊക്കെ ക്യാൻസ് ഉണ്ടല്ലോ, അതൊക്കെ വലിയ ബോക്സസ് ഒക്കെ ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് ഷിപ്പിൻ്റെ ക്രൂസിൽ അവിടെ കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫുഡും ഡ്രിങ്ക്സൊക്കെ ഇഷ്ടംപോലെ കിട്ടും. പക്ഷെ ഒന്നും ഓർക്കുക, ഈ ഡ്രിങ്ക്സ് എന്ന് ഞാൻ പറയുമ്പോൾ നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ആണ്. നിങ്ങൾക്ക് ആൽക്കഹോളിക് ഡ്രിങ്ക്സിന് നിങ്ങൾക്ക് എക്സ്ട്രാ പൈസ കൊടുക്കണം. അതുപോലെ തന്നെ ചില ഫുഡിന് മാത്രം, ചില എക്സ്ട്രാ സ്പെഷ്യൽ ആയിട്ടുള്ള ചില ഫുഡിനൊക്കെ നിങ്ങൾക്ക് ചില മീറ്റ് ഡിഷസ് ഒക്കെ ചിലതിനൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങൾ പൈസ കൊടുക്കണം. ബാക്കിയെല്ലാം നമ്മുടെ ഈ പാക്കേജിൻ്റെ അകത്ത് തന്നെ ഉള്ളതാണ്. ഇപ്പം ഞങ്ങളുടെ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഇത്രയും നാളത്തേക്കാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ 3 days ആയിരുന്നു ഇൻസൈഡ് ഷിപ്പ്. സൺഡേ പോയിട്ട് തേഴ്സ്ഡേ മോർണിംഗിൽ തിരിച്ചു വരുന്നത്. അതിനെ ഓൾമോസ്റ്റ് 1900 ആൻഡ് സംതിങ് ആണ് ഞങ്ങൾ 5 പേർക്ക്, 2 adults ആൻഡ് 3 കിഡ്സിന് ആയത്. പിന്നെ ഇത് കൂടാതെ നമ്മൾ കുസുമലിൽ ഉള്ള അതിൻ്റെ പാക്കേജിൻ്റെ സെപ്പറേറ്റ് നമ്മൾ പേ ചെയ്യേണ്ടി വന്നു കേട്ടോ. അത് ലെസ് ദാൻ $500 ആയിരുന്നു ആയത്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ക്രൂസിനുണ്ടായിരുന്നത്. ഞാൻ 2024 കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് പറയാം.
അപ്പം നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം കാണിച്ച് കയറി കഴിയുമ്പോൾ തന്നെ ആദ്യം തന്നെ ഞാൻ കാർണിവൽ ക്രൂസിനാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ കയറി കഴിയുമ്പോൾ തന്നെ അവർ നമ്മുടെ ഒരു ഫാമിലി പിക്ചർ കിട്ടും. അപ്പം നമുക്ക് അതിന് ആ വീഡിയോയിലേക്ക് അത് നമുക്ക് വേണമെന്ന് വെച്ചാൽ റെഫ്യൂസ് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാന്ന് പറയാം. ഞങ്ങൾ എടുത്തു കേട്ടോ. നമ്മൾ ഫാമിലി പിക്ചർ എടുത്തു, ഇവർ പിള്ളേരുടെ മാത്രമായിട്ട് എടുത്തു, അങ്ങനെ പേരൻസിന് മാത്രമായിട്ട് എടുത്തു, അങ്ങനെയൊക്കെ. എന്നിട്ട് ഈ ഫോട്ടോ നമുക്ക് പിന്നീട് അവർ നമുക്ക് കാണിച്ചു തരുമ്പോൾ നമുക്കത് മേടിക്കാം അങ്ങനെ. അപ്പം അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കൊണ്ടുപോയത് ഒരു റൂമിലേക്കാണ്. അതായത് അവിടെയാണ് നമുക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻസും അവർ നമ്മളോട് പറയുന്നത്. സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് എല്ലാം, നമ്മൾ ലൈഫ് ജാക്കറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും ID ബാൻഡ് കൊടുക്കും. കാരണം അവർ എവിടെയെങ്കിലും ഷിപ്പിൽ ലോസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെവിടെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഏത് സ്ഥലത്താണ് അവർ വരേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് വരേണ്ടത്, പിന്നെ അങ്ങനെ അതെല്ലാം പറഞ്ഞു. പിന്നെ നമ്മുടെ റൂം കാർഡ്സ് തരുന്നു നമുക്ക് എല്ലാവർക്കും. ഇപ്പം ഞങ്ങൾ 5 പേരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 5 പേർക്ക് 5 കാർഡ് തന്നു. 5 കാർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ലൈക്ക് നമ്മുടെ ഒരു ID പോലെയാണ്. ക്രൂസിൽ നമ്മൾ ഉള്ളപ്പോൾ ഉള്ള നമ്മുടെ ഒരു ID പോലെയാണ് ആ കാർഡ്. അതല്ലാതെ റൂം കാർഡായിട്ട് അഡൾട്ട്സിന് മാത്രമേ തന്നുള്ളൂ. എനിക്കൊരു കാർഡ്, എൻ്റെ ഹസ്ബൻഡിന് ഒരു കാർഡ്, അങ്ങനെ തന്നുള്ളൂ. അപ്പോൾ അങ്ങനെ തന്ന് നമുക്ക് റൂമിലേക്ക് പോകാം. നമ്മൾ റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ റൂമിൻ്റെ അപ്പം നമുക്ക് അപ്പം നമുക്കറിയാം നമ്മുടെ ഷിപ്പിന് എത്ര ഡെക്ക് ഉണ്ട്, എത്രാമത്തെ ഡെക്കിലാണ് നമ്മുടെ റൂം നോക്കിയിട്ട് നമ്മൾ പോയി നമ്മുടെ റൂം കണ്ടുപിടിച്ച് അവിടെ നിൽക്കുമ്പോഴത്തേക്കും അവർ ലഗേജൊക്കെ ആയിട്ട് അവർ റൂമിൻ്റെ അവിടേക്ക് ചിലപ്പോൾ ലഗേജ് അവിടെ പുറത്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറ്റാം, റൂമിലേക്ക് കയറ്റാം. അപ്പം റൂമിൻ്റെ അകത്താണെങ്കിൽ ഒരു ഡബിൾ ബെഡ്, 2 സിംഗിൾ ബെഡ്, പിന്നെ ഒരു എക്സ്ട്രാ മാട്രസ് ഉണ്ടായിരുന്നു നമ്മളുടെ ഇതിനകത്ത്. പിന്നെ ഫ്രിഡ്ജ് ഉണ്ട്, ഒരു ലോക്കർ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളുടെ എന്തെങ്കിലും വാല്യുബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഇപ്പോൾ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ അതെല്ലാം അതിനകത്ത് ഒരു ചെറിയ ബാഗിനകത്ത് ആക്കിയിട്ട് ഇതെല്ലാം ലോക്കറിൽ നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് വെച്ചു. പിന്നെ ഇച്ചിരി എന്തെങ്കിലും ക്യാഷോ നമ്മുടെ വാലറ്റോ അങ്ങനെയൊക്കെ നമുക്ക് അതിനകത്ത് വെക്കാൻ പറ്റിയ നമ്മുടെ വാല്യുബിൾസ് അതിനകത്ത് വെക്കുക. കാരണം നമ്മൾ പലപ്പോഴും റൂമിൽ കാണത്തില്ല, അവർ തന്നെ വന്നായിരിക്കും റൂം തുറന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ പോകുന്നതൊക്കെ കേട്ടോ. പിന്നെ റൂമിനകത്ത് ലൈഫ് ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ റൂമെല്ലാം ഈ വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഓഷ്യൻ വ്യൂ ഒന്നും അല്ല എടുത്തത്, നമ്മൾ ബേസിക് ആയിട്ടുള്ള റൂമാണ് എടുത്തത് കേട്ടോ. പിന്നെ
ഫസ്റ്റ് തന്നെ ഞങ്ങൾ ചെയ്ത കാര്യം പിള്ളേരെ, കാരണം കൊച്ചൊക്കെ 7 വയസ്സും ഏറ്റവും ഇളയ ആൾക്ക് 7 വയസ്സൊക്കെ ഉള്ളു. അപ്പോൾ അവരെ പിള്ളേരെ എല്ലാവരെയും റൂം നമ്പറും പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഈ എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ എവിടെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കാര്യം ഇവർക്ക് ഒരു ID ബാൻഡ് ഉണ്ട്, അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് ഇവർക്ക് അറിയാൻ പറ്റും, എല്ലാ ഡീറ്റെയിൽസും കിട്ടും നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഈ പിള്ളേർ എവിടെയെങ്കിലും മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണ് പോയി പറയേണ്ടത്, പിന്നെ നമ്മുടെ റൂമിലേക്ക് എങ്ങനെയാണ് വരേണ്ടത്. പല ലിഫ്റ്റ് ഉണ്ട്, നമ്മുടെ സെയിം ഡെക്കിൽ തന്നെ പല ലിഫ്റ്റിൽ വരുമ്പോൾ പിള്ളേർക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. പക്ഷെ അപ്പം റൂം ഏത് നമ്പറാണെന്നുള്ളത് അവർ മെമ്മറൈസ് ചെയ്യിപ്പിച്ചിട്ട് അവർ അന്നത്തെ ദിവസം തന്നെ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കോൺഫിഡൻസ് ആണ്. ഇനിയിപ്പോൾ അവർ ധൈര്യമായിട്ട് കളിക്കാൻ എവിടെയൊക്കെ പറഞ്ഞു വിട്ടാലും അവർ തിരിച്ച് റൂമിലേക്ക് തന്നെ വരും എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ചെയ്തു അങ്ങനെ. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടായിരുന്നു ഞാനത് കൂടുതൽ പിള്ളേരെ എല്ലാവരെയും കറക്റ്റായിട്ട് 1-2 തവണ ഒന്ന് ട്രയൽ ചെയ്യിപ്പിച്ചു. അപ്പോൾ അവർ കറക്റ്റായിട്ട് വരികയും ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഇതിന് ഒരു ആപ്പുണ്ട്. നമ്മുടെ ഈ ക്രൂസിന് നമ്മൾ കയറി കഴിയുമ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട്. ആ ആപ്പ് എന്താണെങ്കിലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. അത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ എന്നാ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ക്രൂസിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഉള്ള നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും ഒരു ലിസ്റ്റ് ഉണ്ടാവും ഓരോ ഡേയ്ക്കും ഉള്ളത്. കാരണം ഈ കുട്ടികൾക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പുള്ള കുട്ടികൾക്ക് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ്, അതുപോലെ അഡൾട്ട്സിന് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഓരോ ദിവസവും ഉള്ള ആക്ടിവിറ്റീസ് എല്ലാം അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം നമുക്ക് ഈവൻ ചെറിയ പിള്ളേർക്ക് എന്തോ ബേബി കെയർ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്, ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ എന്നൊക്കെ. നമുക്ക് അത്രയും ചെറിയ പിള്ളേരില്ലായിരുന്നു. എനിവേ ഈ പിള്ളേർക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു സെറ്റായിട്ട് സ്ട്രക്ചേർഡായിട്ട് ഹോൾ ഡേ ഇവർക്ക് ഇന്ന ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അഡൾട്ട്സിനാണെങ്കിൽ ഇപ്പോൾ ഇവർക്ക് പിന്നെ മൂവി ടൈമുണ്ട്. ഇപ്പോൾ ഡിസ്നി മൂവീസും അങ്ങനെയൊക്കെ പിള്ളേർക്ക് കാണിക്കുന്ന ടൈമുണ്ട്. അതുപോലെ അഡൾട്ട്സിനുള്ള ടൈമുണ്ട്. പിന്നെ നമുക്ക് ലൈവ് മ്യൂസിക് ഉണ്ട്, സ്വിമ്മിങ് പൂളുണ്ട്, അതുപോലെ തന്നെ ഇപ്പം വാട്ടർ സ്ലൈഡ്സ് ഉണ്ട് പിള്ളേർ കളിക്കാനായിട്ട്. ഗെയിംസ്, ടേബിൾ ടെന്നീസ് പോലത്തെ ഗെയിംസ്, മിനി ഗോൾഫ്, പിന്നെ എന്നാ പറയാ, പിന്നെ ചെസ്സ്. ഇതൊക്കെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ, ഈ വീഡിയോസ് ഒന്നും ഞാൻ യൂട്യൂബിന് വേണ്ടിയിട്ടായിട്ട് എടുത്തതല്ല. ഞാനതെല്ലാം മെമ്മറിക്കുമായിട്ട്, ഞാൻ എവിടെ പോകുമ്പോഴും മെമ്മറിക്കായിട്ട് കുറച്ച് വീഡിയോസ് എടുക്കാറുണ്ട്. അന്ന് അങ്ങനെ എടുത്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ക്വാളിറ്റി കുറവ് ഒക്കെ കാണും, അത് ക്ഷമിച്ചേക്കണേ. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ ഒത്തിരി ഫൺ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്താലാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം അത് നിങ്ങൾ ഓർക്കാം.
ഓർക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊച്ചെപ്പോഴും നമ്മുടെ ഇളയാൾ അവന് 7 വയസ്സുള്ളത്, മോൻ എപ്പോഴും ഇവിടെ പൂളിൽ കളിക്കുമായിരുന്നു, പൂളിലും വാട്ടർ സ്ലൈഡിലും. അപ്പം നല്ല ചൂടാണെങ്കിലും പിള്ളേർ അറിയുന്നില്ല ഈ ചൂടത്ത് കളിക്കുമ്പോൾ. അങ്ങനെ അവന് ഞങ്ങൾ എപ്പോഴും വാട്ടറൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ ഇവരറിയുന്നേ ഇല്ല, അവർ ഡീഹൈഡ്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു. കൊച്ചങ്ങനെ പെട്ടെന്ന് തല കറങ്ങി വീണു. പിന്നെ ഞങ്ങൾ അവിടെ അപ്പം നമുക്കും അറിയത്തില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞ ഷിപ്പിൽ ഒരു മെഡിക്കൽ ടീം ഉണ്ടെന്നുള്ള കാര്യം. പിന്നെ അവിടെ ചെന്ന് അവർ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ കൊടുത്തേ പിന്നെയാണ് കൊച്ചു ഓക്കെ ആയി. ഞാൻ പറയാണ്, നിങ്ങൾക്കൊക്കെ അങ്ങനെ ചെറിയ പിള്ളേരുണ്ടെങ്കിൽ നിങ്ങൾ ഇലക്ട്രോലൈറ്റ്സിന്റെ പാക്കറ്റ്സ് അത് ഞാൻ കൊണ്ടുപോകാൻ മറന്നുപോയിരുന്നു. അപ്പം നിങ്ങളൊക്കെ ഇലക്ട്രോലൈറ്റ്സിന്റെ പാക്കറ്റ്സ് അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. പിള്ളേർക്ക് അങ്ങനെ ഇലക്ട്രോലൈറ്റ്സ് ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കേട്ടോ. പിന്നെ ഷിപ്പിൻ്റെ അകത്തുള്ള എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് ഇഷ്ടംപോലെ ഫുഡ് കഴിക്കാം. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ട്. ഡ്രിങ്ക്സ് എന്ന് പറയുമ്പോൾ നോൺ ആൽക്കഹോളിക് ജ്യൂസ്, സ്പ്രൈറ്റും ആപ്പിൾ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, അങ്ങനത്തെ എല്ലാ വെറൈറ്റീസ് ജ്യൂസസും ഉണ്ട്. ആൽക്കഹോളിക് ഇതാണെങ്കിൽ നിങ്ങൾക്ക് പൈസ കൊടുക്കണം, എക്സ്ട്രാ കൊടുക്കണം, അത് കിട്ടും. പിന്നെ നമുക്ക് ഇന്ത്യൻ ഫുഡ് ഉണ്ട്. അതുപോലെ ഓരോ കൺട്രിയുടെയും ഡിഫറെൻ്റ് ഇതായിട്ടുള്ള ഫുഡ് അതിനകത്തുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഫുഡ് ഉണ്ടായിരുന്നു. പക്ഷേ അതിന് അധികം വെറൈറ്റി ഇല്ലായിരുന്നു. നിങ്ങൾ പോകുന്ന ക്രൂസ് അനുസരിച്ചിട്ടാണ്. ചില ക്രൂസിനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ത്യൻ സ്റ്റോൾ തന്നെ ഉണ്ടായിരുന്നു. അവിടെ മലയാളി ഷെഫൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ദോശയും ചമ്മന്തിയും ഇഡ്ഡലിയും അങ്ങനെയൊക്കെ പലതുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ വലിയ വെറൈറ്റി ഇന്ത്യൻ ഡിഷസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് ഒരേ ഡിഷ് തന്നെയായിരുന്നു മിക്കവാറും എല്ലാ ദിവസവും. നമുക്ക് ഓരോ ദിവസവും നമ്മൾ സെയിം റെസ്റ്റോറൻറ്റിലായിരിക്കില്ല പോകുന്നത് കേട്ടോ. അതൊക്കെ നമ്മുടെ ഞാൻ പറഞ്ഞ ഈ ആപ്പിനകത്ത് കറക്റ്റായിട്ടുണ്ടാവും. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾ കഴിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും എല്ലാത്തിനും ഓരോ ടൈമുണ്ട്. നിങ്ങളുടെ ഡ്രസ്സിങ് റിക്വയർമെൻറ്റ്സും ഉണ്ട്. അപ്പം നിങ്ങൾ അതിൻ്റെ ഔട്ട്സൈഡ് ടൈം പോകുന്നെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് കയറാൻ പറ്റത്തില്ല. നിങ്ങൾ കയറി കഴിയുമ്പോൾ തന്നെ അവർ നിങ്ങളെ ഒരു ടേബിൾ നമ്പറിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അങ്ങനെ ആ ടേബിൾ ഫ്രീ ആയി കഴിയുമ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ്. ഏറ്റവും ഞാൻ ഷിപ്പിൽ എൻജോയ് ചെയ്തത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സൺറൈസ്, സൺസെറ്റൊക്കെ മിക്കവാറും നമ്മുടെ ഡിന്നർ ടൈമിലായിരുന്നു. അപ്പം നമ്മൾ വിൻഡോ സൈഡിൻ്റെ അവിടേക്ക് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കാണാം. പിന്നെ മോർണിംഗിൽ നമുക്ക് കാണാൻ പറ്റും. ഇവർ സൺറൈസിൻ്റെ ടൈമല്ല ഈ ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾ സൺറൈസ് നോക്കിയിട്ട് കാണാൻ പോയി കഴിഞ്ഞാൽ നല്ല രസമാണ്. അതുപോലെ വെറുതെ കടലിലേക്ക് നോക്കിയിരിക്കാൻ നല്ല രസമായിരുന്നു.
മ്യൂസിക് ഉണ്ടായിരുന്നു, ലൈവ് മ്യൂസിക്കും, അതും നല്ലതായിരുന്നു. പിന്നെ എപ്പോഴും ഡാൻസ് പ്രോഗ്രാംസും, അങ്ങനെ ഒത്തിരി ബഹളമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അങ്ങനത്തെ ടൈപ്പ് ആക്ടിവിറ്റീസും എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ പൂൾ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ പൂളിലും അങ്ങനെ അതിനകത്ത് ഒത്തിരി പേര് അങ്ങനെയും കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പൂളിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഈ മ്യൂസിക്കും അങ്ങനത്തെ ഇതെല്ലാം ഉണ്ടായിരുന്നത്. പിന്നെ മൂവി ഇഷ്ടമുള്ളവർക്ക് മൂവി കാണാനായിട്ട് തിയേറ്ററിലൊക്കെ പോവായിരുന്നു. പിന്നെ ആർക്കേഡ് ഗെയിംസ് ഇഷ്ടമുള്ളവർക്ക് ആർക്കേഡ് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഷിപ്പിൻ്റെ അകത്താണെങ്കിൽ മാജിക് ഷോ ഉണ്ടായിരുന്നു. മാജിക് ഷോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോൾ മജീഷ്യൻ നമ്മുടെ ടേബിളിൽ വന്നിട്ട് ഇങ്ങനെ പിള്ളേരെയൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു മജീഷ്യൻ ആക്ച്വലി മലയാളിയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇതിനകത്ത് വന്ന്. അങ്ങനെ ഒരു മജീഷ്യനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്നാ പറയണത്, നമുക്ക് ഈ ഷിപ്പിൽ പല സമയത്തും നമ്മുടെ ഫോട്ടോസൊക്കെ ഇവർ എടുക്കും. ഫോട്ടോസ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഫോട്ടോസ് എല്ലാം അവിടെ ഒരു ഏരിയ ഉണ്ട്, അവിടെ എല്ലാം ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഫോട്ടോസ് ബൈ ചെയ്യണമെങ്കിൽ ഫോട്ടോസ് ബൈ ചെയ്യാം. പിന്നെ ഷോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, പെർഫ്യൂം ഷോപ്സും അങ്ങനെ പല ഷോപ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബൈ ചെയ്യണമെങ്കിൽ ഷോപ്പ് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് ഷോപ്പ് ചെയ്യാം. അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഇതൊക്കെയാണ് ക്രൂസിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് കേട്ടോ. എനിക്ക് ഏറ്റവും പേടി ക്രൂസിന് പോകുന്ന സമയത്ത് ഏറ്റവും പേടി സീ സിക്നെസ് ഉണ്ടാവുമെന്നായിരുന്നു. കാരണം പ്രഷർ ഡിഫറൻസ് ഒക്കെ വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് നോസിയും വൊമിറ്റിംഗ് ഒക്കെ വന്ന ആളാണ്. പക്ഷേ തേർഡ് ഡേ എനിക്ക് തോന്നുന്നു വെനസ്ഡേ ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഒരു ചെറിയൊരു നോസിയ ഫീൽ ചെയ്തു എന്നല്ലാതെ ചെറുതായിട്ടുള്ളൊരു മനംമറിച്ചിലുണ്ടല്ലോ, ഒരു ചെറിയ നോസിയ, അത് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. അത്ര കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വൊമിറ്റിംഗ് അങ്ങനെയൊന്നും വന്നില്ല കേട്ടോ. എനിക്ക് പെട്ടെന്ന് ഞാൻ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ആളാണ് പ്രഷർ ഡിഫറൻസിന്. പക്ഷെ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നില്ല. അപ്പോൾ ഇതൊരു ക്രൂസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കണം. ഇനി മെക്സിക്കൻ കാഴ്ചകളെക്കുറിച്ച് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ ടു ഓൾ.